2 ദിവസം 324 റൺസ് വേണം ഇംഗ്ലണ്ടിന് ജയിക്കാൻ. ഇന്ത്യക്ക് 8 വിക്കറ്റും. 2 ദിവസം ഒന്ന് ഒരു 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 ആപേക്ഷികമായി പറഞ്ഞു വന്നുള്ളൂ. 2 ദിവസം വേണ്ട, ഇന്നൊറ്റ ദിവസം കൊണ്ട് കളി തീരുമാനമാവും ഇന്ത്യയോ ഇംഗ്ലണ്ടോ എന്ന്. ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ മക്കളെ. ഘടകങ്ങളും സ്കോറും ടാർഗറ്റും എല്ലാം ഇന്ത്യക്ക് അനുകൂലമാണ്. ഇനി ഇന്ത്യൻ ബൗളേഴ്സ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മാത്രം മതി. പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ കപ്പ് അങ്ങനെ ഇംഗ്ലണ്ടിന് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ വിട്ടില്ല. ഇന്നലത്തെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മക്കളെ. 2 ബൗളേഴ്സിന്റെ പ്രകടനം. ബൗളേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ ബൗളിംഗ് പ്രകടനമല്ല, ബാറ്റിംഗ് പ്രകടനം. ഒന്ന് നൈറ്റ് വാച്ച്മാനായിട്ട് ഇറങ്ങിയ ആകാശ്ദീപ്, 2 വാലറ്റ് ഇറങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ. എന്നായിരുന്നു ഇംഗ്ലണ്ട് ഇത്ര വിചാരിച്ചതാണ്. 75 ഇന്നലെ തുടങ്ങി ഒരു 1-2 ഓവറാണ് മാക്സിമം ഒരു നൈറ്റ് വാച്ച്മാൻ ആകാശ്ദീപിന് കൊടുത്തത്. പക്ഷേ നിലവിൽ ഇന്ത്യൻ ടീമിൽ ഏറ്റവും അഗ്രസീവായിട്ട് കളിക്കുന്ന യശസ്വി ജയ്സ്വാളിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആകാശ്ദീപാണ് അടിച്ചത്. എന്നാ കിടലൻ ബാറ്റിംഗ് ആയിരുന്നു. ലഞ്ചിന് തൊട്ട് മുമ്പ്, ഒരു ഓവർ മുമ്പാണ് ആകാശ്ദീപ് ഔട്ടാവുന്നത്. തൻ്റെ ആദ്യ 50 അടിച്ച് 66 റൺസ് സുഹൃത്തുക്കളെ, മികച്ച ഷോട്ടുകൾ പായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഔട്ടായി പോയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വരവേറ്റതും പിന്നെ ഗാലറി ഒന്നാകെ എണീറ്റ് കൈയടിച്ചു. കാരണം അതേപോലത്തെ പ്രകടനമായിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2ാം ദിവസം അവസാന ഓവറുകളിൽ ഇറക്കിയതാണ് ആകാശ്ദീപ്. അതോടുകൂടി തന്നെ ഇംഗ്ലണ്ട് മാനസികമായി തകർന്നിരുന്നു. അത് മുതലാക്കിക്കൊണ്ടാണ് ബാക്കി ബാറ്റ്സ്മാൻമാർ കളിച്ചത്. 2 ഇന്നലെ വാലറ്റ് ഇറങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ. എന്നാ കിടിലൻ ഷോട്ടുകളാണ്. ഇതൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് തൻ്റെ കയ്യിൽ. അവരുടെ നിരയിൽ 5 വിക്കറ്റ് എടുത്ത ജോഷ് ടങ്ങിനെയൊക്കെ എടുത്ത് ഗാലറിയുടെ പുറത്തിടുമായിരുന്നു അദ്ദേഹം. 4 6 ആണ് അടിച്ചത്. 4 6ഉം 4 4. അവസാന വിക്കറ്റിൽ പ്രസീദ് കൃഷ്ണയെ കൂട്ടുപിടിച്ച് 39 റൺസാണ് അടിച്ചത്. ആ 39 റൺസ് ഈ മാച്ചിൽ ഒരു നിർണായകമായുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് ലീഡ് 373 എത്തിച്ച വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു വീരോചിത ഇന്നിങ്സ് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഇന്നിങ്സുകളിൽ ഏറ്റവും മികച്ച ഇന്നിങ്സാണ്. അദ്ദേഹം കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി അടിച്ചതിനേക്കാളും ഒരു സന്തോഷം പകരുന്ന ഒരു ഇദ്ദേഹം ഇനി ഈ ടീമിൽ സ്ഥിരമാവുമല്ലോ, ഇദ്ദേഹം ഇത്രയും കാലിബറുള്ള ഒരു കളിക്കാരനാണല്ലോ എന്ന് മനസ്സിൽ നിറഞ്ഞുകൊണ്ട് കണ്ട ഒരു ഇന്നിങ്സാണ് ഇന്നലെ വാഷിംഗ്ടൺ സുന്ദർ കാഴ്ചവെച്ചത്. ഇനി ഇന്ത്യൻ ഇന്നിങ്സിലേക്ക് വരികയാണെങ്കിൽ യശസ്വി ജയ്സ്വാളും ഈ വാഷിംഗ്ടൺ സുന്ദറും ആകാശ്ദീപ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഓക്കെ പ്രകടനം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഗില്ല് റെക്കോർഡ് തകർക്കാൻ നിലയിറങ്ങി. റെക്കോർഡുകൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന റെക്കോർഡൊന്നും തകർക്കാൻ കഴിഞ്ഞില്ല. റെക്കോർഡുകൾ മാത്രമല്ലല്ലോ തകരേണ്ടത്, കളികളാണല്ലോ പ്രധാനം. പിന്നീട് കരുൺ നായരും തീർത്ത് നിരാശപ്പെടുത്തി. 8 ഇന്നിങ്സാണ് അദ്ദേഹത്തിന് ഈ ഒരു സീരീസിൽ കിട്ടിയത്. അതിൽ ഒരേ ഒരു 50 മാത്രമേ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചുള്ളൂ. അറിയില്ല ഭാവി എന്താവുന്നു. ആദ്യ ഇന്നിങ്സിൽ ഒരു 50 ഒക്കെ അടിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു ഒരു തിരിച്ചു വരവാണല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു പോക്കാണ് പല സമയങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് അടുത്ത സീരീസിൽ കരുൺ നായരുടെ കാര്യം ഉണ്ടെങ്കിൽ അത്ഭുതമെന്ന് മാത്രമേ പറയാനുള്ളൂ. അഭിമന്യു ഈശ്വറിന്റെ അച്ഛനൊക്കെ കോച്ച് ഗംഭീറിനൊക്കെ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് എൻ്റെ മോൻ ഇങ്ങനെ കൊണ്ട നടക്കുന്നത്, നിങ്ങൾ അവനൊരു അവസരം കൊടുക്കുക. കരുൺ നായർക്ക് ഇത്രയും അവസരം കൊടുക്കില്ല. അതുകൊണ്ട് അടുത്ത സീരീസിൽ കരുൺ നായരുടെ കാര്യം എന്താവും നമുക്കറിയില്ല കേട്ടോ. പിന്നെ വിട്ടുപോയി, ജഡേജ മറക്കാൻ പാടില്ല. ജഡേജയും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. 500 മുകളിൽ ഈ സീരീസിൽ റൺ എടുത്ത ഒരു ബാറ്റ്സ്മാനായി മാറിയിരിക്കുകയാണ്. ജഡേജയുടെ ബാറ്റിംഗ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആണ്. ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനായി മാറിയിരിക്കുകയാണ്. പ്രോപ്പർ ബാറ്റ്സ്മാൻ. 6ാം നമ്പറിൽ ഇനി 2 വർഷത്തേക്ക് ഇന്ത്യ വേറൊരു ബാറ്റ്സ്മാനെ നോക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം പെർഫെക്റ്റ് ആണ്. എന്തുതന്നെയായാലും ബോളേഴ്സിന്റെ ഒരു ബാറ്റിംഗ് മികവും യശസ്വി ജയ്സ്വാളിന്റെ സഹായത്തോടെ 396 എന്ന ഒരു കൂറ്റൻ സ്കോറാണ് ഇന്നലെ ഈ പിച്ചിൽ അടിച്ചെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ പിച്ച് വളരെ ഡേഞ്ചറസ് ആയിരിക്കുന്നത് കൊണ്ടാണ് വിദഗ്ധർ അഭിപ്രായം പറഞ്ഞത്. അല്ല, പിച്ചിനെ അങ്ങനെ നമുക്ക് അത്ര നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഒരു കാലിബർ തന്നെ വേണം പറയാൻ. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എന്ന് പറയുന്നതിനൊക്കെ നല്ലത് ഇന്ത്യൻ ബോളേഴ്സിന്റെ ബാറ്റിംഗ് എന്ന് വേണം പറയാൻ. കാരണം ബോൾ നല്ല രീതിയിൽ സ്വിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, ബൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിച്ചിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പോഴും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് തന്നെയാണ് ഇന്ത്യൻ ബോളേഴ്സ് ഇന്ന് ഉറ്റുനോക്കുന്നതും. അതാണ് നമുക്ക് വേണ്ടതും. പിന്നെ അവരെ സംബന്ധിച്ച് 3 ഫാസ്റ്റ് ബോളേഴ്സേ ഉള്ളൂ. ഓവർട്ടൺ, ജോഷ് ടങ്ക്, അറ്റ്കിൻസൺ. ബോക്സ് ഔട്ട് ആയതോടുകൂടി ഇവർ തന്നെ ബോൾ ചെയ്യുക. സങ്കടം തോന്നി കേട്ടോ. എറിഞ്ഞ് അതൊക്കെയാണ് ഓവർലോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയൊക്കെ. അറ്റ്കിൻസൺ 27 ഓവർ എറിഞ്ഞു, ജോഷ് ടങ്ക് 30, ഓവർട്ടൺ 22. ഇവർ തന്നെ മാറി എറിയുക. കാരണം സ്പിന്നർമാരെ കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയാം. ഈ പിച്ചിൽ സ്പിന്നേഴ്സ് കുറച്ച് ഓവർ വെറുതെ ഇവർക്കൊരു വിശ്രമത്തിനായിട്ട് എറിഞ്ഞു എന്നല്ലാതെ ബാക്കി മുഴുവൻ ജോഷ് ടങ്ക് ഓവർട്ടൺ എറിയും, കണ്ടിന്യൂസ് ഒരു 10-12 ഓവർ എറിയും. പിന്നെ അതിൽ ഒരാൾക്ക് വിശ്രമിച്ചിട്ട് അടുത്ത ആൾ വരും. അങ്ങനെ മാറി എറിഞ്ഞ് അവർ ക്ഷീണിച്ചു. എങ്കിലും ഒരു ഇടയ്ക്കിടയ്ക്ക് നല്ല മികച്ച ബോൾ ചെയ്തു. അവസാനം ഇന്ത്യ ഒരു മികച്ച ടാർഗറ്റ് അവർക്ക് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഇംഗ്ലണ്ട് ഓപ്പണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ T20 ഓപ്പണേഴ്സ് ആണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ആദ്യ കുറച്ച് ഓവറുകളിൽ അവർ മിന്നുന്ന ഷോട്ടുകളൊക്കെ അടിച്ചു. എന്തായാലും 50 ഇന്നലത്തെ ലാസ്റ്റ് ബോളിൽ സാക്രോളിനെ സിറാജ് കുറ്റിതെറിപ്പിച്ചിരിക്കുകയാണ്. ആ കുറ്റിതെറിപ്പിക്കൽ ഇന്ന് തുടരും. ഈ ലഞ്ചിന് മുമ്പായിട്ടൊരു 2 വിക്കറ്റ് വീഴുമെന്ന് പ്രതീക്ഷിക്കാം. ലഞ്ചിന് ശേഷമുള്ള ഒരു സെഷനാണ് കൂടുതലായിട്ട് വിക്കറ്റുകൾ വീഴുന്ന ഒരു സെഷൻ. അത് ഇപ്പോൾ ഇന്നലെ ഇന്ത്യയുടെ ഇന്നിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളതാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് ലഞ്ചിന് മുമ്പായിട്ട് ഒരു 2-3 വിക്കറ്റും ലഞ്ചിന് ശേഷം ഇന്ത്യ ഇംഗ്ലണ്ടിനെ തീർക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സിറാജിനും പ്രസീദ് കൃഷ്ണയ്ക്കും ആകാശ്ദീപിനൊക്കെ നമ്മുടെ കരുത്തുണ്ടാവട്ടെ.
പിച്ച് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ലൈനും ലെങ്ത്തും വെച്ച് നിങ്ങൾ ബോൾ ചെയ്യുക എന്നുള്ള ഒറ്റൊരു ഉത്തരവാദിത്തം മാത്രമേ നിങ്ങൾക്കുള്ളൂ. സാധിക്കട്ടെ. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഓവലിൽ ചേസ് ചെയ്ത ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 253 അതിനേക്കാൾ 121 റൺസ് കൂടുതൽ വേണം ഇംഗ്ലണ്ടിന് എടുക്കാൻ. അതുകൊണ്ട് തന്നെ ചരിത്രവും പിച്ചും എല്ലാം നമുക്ക് അനുകൂലമാണ്. അതങ്ങനെ തന്നെ ആവട്ടെ.